ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഹബീബായ മുത്തു റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലേ, അഖ്ബിറുനി ഔ ഖൗലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ ഒരു ആയത്തിനെ പറ്റി എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ ഹബീബേ? എന്നിട്ട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിലെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ആയത്തോതുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഹൂറിലീങ്ങളെ പറ്റിയിട്ടുള്ള വിവക്ഷ എന്താണെന്ന്, ആ സ്വർഗ്ഗത്തിലെ സ്ത്രീകളായ ഹൂറിലീങ്ങൾ ആരാണെന്ന്, അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഹബീബായ മുത്തു റസൂലേ താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലെ സ്ത്രീരത്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നില്ലേ? كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹൂറുൽ ഈൻ, സ്വർഗ്ഗത്തിലെ സ്ത്രീകളുണ്ടല്ലോ, ഹൂറുൽ ഈൻ എന്ന വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതിന് ഹബീബായ മുത്തു റസൂൽ വിവരിച്ചു തരികയാ. ഇന്ദ്രനീല കണ്ണുകളെ പോലെയുള്ള കണ്ണുകളുള്ളവർ ദുനിയാവിലെ പെണ്ണിന്റെ കണ്ണുകളല്ല, ദുനിയാവിലെ പെണ്ണിന്റെ കരിമഷി കൊണ്ട് വരച്ചാൽ മാത്രം ഒരുപക്ഷേ സൗന്ദര്യം തുളുമ്പുന്ന കണ്ണുകളല്ല. പിന്നെയോ ഖുർആൻ പറഞ്ഞ ഹൂറുൽ ഈൻ എന്ന പദപ്രയോഗമുണ്ടല്ലോ, ആ പദപ്രയോഗത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് തന്നെ പഠിപ്പിക്കുകയാ. ഇന്ദ്രനീല കല്ലുകളെ പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള പെണ്ണുങ്ങളാ, നീളൻ കണ്ണുകളുള്ള പെണ്ണുങ്ങളാ, ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന, ആര് കണ്ടാലും ആശിച്ചു പോകുന്നതായ നല്ല സൗന്ദര്യ നയന മനോഹരികളായ പെണ്ണുങ്ങളാ സ്വർഗ്ഗലോകത്തെ ഹൂറുല്യങ്ങളെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ വീണ്ടും മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദ്യം ചോദിക്കുന്നു, നബിയേ, തീർന്നിട്ടില്ല നബിയേ, ഈ പെണ്ണുങ്ങളെ പറ്റി പടച്ചവൻ പറഞ്ഞത് കഅന്നഹുന്ന ബൈളും മക്നൂൻ, കഅന്നഹുന്ന ബൈളും മക്നൂൻ, തൊട്ടാൽ പൊട്ടുന്ന മുട്ടകളെ പോലെയുള്ള പെണ്ണുങ്ങളെന്നല്ലേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ? അതിന്റെ വിവക്ഷ എന്താ റസൂലേ? സ്വർഗ്ഗലോകത്തെ പെണ്ണുങ്ങളെ പറ്റിയുള്ള ചർച്ചയാ. ഹബീബായ റസൂല് പറയുകയാണ്, കോഴിമുട്ടയുടെ അകത്ത് എപ്രകാരം അതിന്റെ വെള്ളക്കരു എത്രയോ സുന്ദരമായി മനുഷ്യന്റെ കൈകൾക്ക് നൈർമല്യം പകരുന്ന രീതിയിലാണ്, അതുപോലെ തുടുതുടുത്ത പെണ്ണുങ്ങളാ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ. ഫീഹിന്ന ഖൈറാത്തുൽ ഹിസാൻ, സൗന്ദര്യം തുളുമ്പുന്ന പെണ്ണുകൾ ഹബീബായ മുത്ത് റസൂൽ പറഞ്ഞല്ലോ, മുഅശ്ശഖാത്തുൻ മുഹബ്ബബാത്ത്, ആരും മോഹിച്ചു പോകുന്ന പെണ്ണുങ്ങളാ, ആർക്ക് കണ്ടാലും ഇഷ്ട തോന്നുന്ന പെണ്ണുങ്ങൾ, ആർക്ക് കണ്ടാലും മഹബ്ബത്ത് തോന്നുന്ന പെണ്ണുങ്ങൾ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സ്വർഗ്ഗലോകത്തിലേക്ക് കടന്നു ചെല്ലുന്നവര് ആ സ്വർഗ്ഗലോകത്ത് അവർക്ക് കാണാൻ സാധ്യമാകുന്നതാ. ആ സ്വർഗ്ഗലോകത്ത് ചില പ്രത്യേക കൂടാരങ്ങൾ ഉണ്ടാകുമത്രേ. അങ്ങനെയുള്ള ആ സൗന്ദര്യത്തിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ പടച്ച തമ്പുരാൻ ആ സുന്ദരികളായ തരുണീമണികളെ ഒരുക്കി വെച്ചിരിക്കുകയാണത്രേ. നാളുന്നവരെയും ഒരു മനുഷ്യനോ ഒരു ജിന്നോ പോലും സ്പർശിച്ചിട്ടില്ലാത്ത, ആര് കണ്ടാലും കുതിച്ചു പോകുന്ന നയന മനോഹരനായ, ആർക്ക് കണ്ടാലും ഇഷ്ടം തോന്നുന്ന, ആർക്ക് കണ്ടാലും സ്നേഹം തോന്നുന്ന സുന്ദരികളായ തരുണീമണികളെ പടച്ച തമ്പുരാൻ സ്വർഗ്ഗലോകത്തൊരുക്കി വെച്ചിരിക്കുകയല്ലേ. വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, കഅന്നഹുന്ന ബൈളും മക്നൂൻ, തൊട്ടാൽ പൊട്ടുന്ന പെണ്ണുങ്ങളല്ലേ, ലുഅ്ലുഅൽ മർജാൻ,
മരതങ്ങളെ പോലെ മാണിക്യങ്ങളെ പോലെ ഹബീബായ റസൂല് പരിചയപ്പെടുത്തിയില്ലേ? ഒരു ചിപ്പി കടലിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന ചിപ്പി, ആ ചിപ്പിയൊന്ന് തുറന്നു നോക്കുമ്പോൾ നാളുന്നവരെയും ഒരു മനുഷ്യന്റെ കരസ്പർശനം പോലും ഏറ്റിട്ടില്ലാത്ത വിശുദ്ധിയുടെ വിളനിലമായി വെട്ടിത്തിളങ്ങുന്ന മുത്തുകളെ പോലെ സ്വർഗലോകത്തിന്റെ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഹബീബായ മുത്ത് പറയുന്നു, ആ പെണ്ണുങ്ങളുടെ കാൽത്തണ്ടകൾ, അവരുടെ കാൽത്തണ്ടകളുടെ തൊലിക്കുള്ളിലിരിക്കുന്ന മാംസം പോലും പുറത്തു നിന്ന് മനുഷ്യർക്ക് കാണാൻ പറ്റുമത്രേ. യാതൊരുവിധ മരുന്നുകളും തേച്ചിട്ടല്ല, യാതൊരുവിധ ലേപനങ്ങളും ഉപയോഗിച്ചിട്ടല്ല, രാസവസ്തുക്കൾ പ്രയോഗിച്ചിട്ടല്ല. പടച്ചതമ്പുരാനവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകമായ സ്വഭാവത്തിൽ പടച്ചവനവരെ സൃഷ്ടിച്ചിരിക്കുകയാ. സമപ്രായക്കാരായ തരുണീമണികളാണവർ, സമപ്രായക്കാരായ തരുണീമണികൾ. കവാഇബ അത്റാബാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ പെണ്ണുങ്ങൾ തുടുതുടുത്ത മാറിടങ്ങളോടുള്ളതായ, ആര് കണ്ടാലും മോഹിക്കുന്ന, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സ്വർഗത്തിലെ ഹൂറികളെ പറ്റി വിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാ. ഈ ആയത്തുകൾ ഓരോന്നും അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. സഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഓരോന്നിന്റെയും വിശദീകരണങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോ ഹബീബായ മുത്ത് റസൂല് സ്വർഗത്തിലെ ഹൂറികളുടെ സൗന്ദര്യത്തെ വിവരിച്ചു കൊണ്ടിരുന്നു. എല്ലാം അവസാനിച്ചു കഴിയുമ്പോ സഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം വരികയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു പടച്ച തമ്പുരാന് വേണ്ടി ജീവിതം നയിച്ച സഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ എന്ന മുഹമ്മദ് മുസ്തഫ അവസാനം അവിടുന്ന് പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ രാജ്ഞിയാരാ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, വമറിയം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, വമറിയം ഇബ്നത ഇമ്രാനിന്റെ മകൾ മറിയം അലൈഹിസ്സലാം പരിശുദ്ധിയുടെ പൂർത്തീകരണമായ, സ്വഭാവ ശുദ്ധീകരണത്തിന്റെ മകുടോദാഹരണമായ, അന്യനായ പുരുഷന്റെ കരസ്പർശനം ജീവിതത്തിലൊരിക്കലും ശരീരത്തിലെത്തിയിട്ടില്ലാത്ത മഹതിയായ മറിയം ബീവി അലൈഹിസ്സലാം, ഇവർ 4 പേരുമായിരിക്കും സ്വർഗത്തിലെ രാജ്ഞിമാരെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ പിന്നിലാണ്, ഈ രാജ്ഞിമാരുടെ പിന്നിലാണ് റാണിമാരായ പെണ്ണുങ്ങൾക്ക് ഒന്നുചേരാൻ കഴിയും. ഏ സഹോദരിമാരെ, ഇവരുടെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ് നാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, ആസിയ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, മറിയം റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ. ഭർത്താവിനോടുള്ള കടമ പൂർത്തീകരിച്ച, പിതാവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ച, പാതിവൃത്യത്തിന്റെ പ്രതീകമായി അല്ലാഹു നമ്മ പൊന്നുമോനെ പോറ്റി വളർത്തിയ, പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെയും ഈമാനിൽ അടിയുറച്ചു നിന്ന ഈ ധീര വനിതകളുടെ പിന്നിൽ അണിനിരക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്.